ഹലോ ഗെയ്സ്, അപ്പം ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാളിവിടെ ഞെട്ടി ഉറച്ചിരിക്കുകയാണ് ഗെയ്സ്. ഇന്ന് മെയ് 26 +2 റിസൾട്ട് വരുന്ന ദിവസം. അതെ ഗെയ്സ്, അപ്പൊ എല്ലാരും പൊന്നിന്റെ റിസൾട്ട് അറിയാൻ എന്തായാലും ആകാംക്ഷയോടെ ഇരിക്കുമായിരിക്കും. കാരണം നമ്മള് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാരും ചോദിക്കും എന്തുവാ റിസൾട്ട്. അപ്പൊ എന്തായാലും നമ്മൾ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും ഗെയ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റിസൾട്ട് ചെക്ക് ചെയ്യാം. സമയം എത്രയായി? 3 മണിയായി. 3 മണിയായി. 3 മണിയായി. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യാം. അപ്പൊ ഗൈസ്, നമുക്ക് ലൈവ് അപ്ഡേറ്റ് കാണാം. ഓക്കെ, അയ്യോ ഗൈസ്, നമ്മൾ നോക്കാൻ പോണു ഗൈസ്. അതെ, എന്ത് സൈറ്റൊക്കെ ഇവിടെ നോക്കുവാണ് ഗൈസ്, സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഗൈസ്, ജയിച്ചു കഴിഞ്ഞാൽ പൊന്നൂര് ഇന്ന് എന്റെ വക ഫുൾ ചെലവാണ് ഗൈസ്. ഫുൾ ചെലവെന്ന് പറഞ്ഞാൽ ഫുൾ ചെലവാണ് ഗൈസ്. കേരളം ഒന്നടങ്ങി കാത്തിരിക്കുന്ന റിസൾട്ടാണ് ഗൈസ്. ചിരിപ്പിക്കില്ലേ? സൈറ്റിലേക്ക് കേറുന്നുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് വെയിറ്റിംഗ് ആണ് ഗൈസ്. എന്ത് നോക്കുന്നു ഇപ്പൊ? എന്തായി ഗൈസ്? നമ്മള് സത്യം പോലെ തന്നെ പറയും ഗൈസ്. പാസ്സായെന്ന് പറയും, പാസ്സായില്ലെന്ന് പറയും. പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഫുൾ ചെലവ് എന്റെ വകയാണ് ഗൈസ് പൊന്നൂര്. അപ്പം ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ പോവാണ് ഗൈസ്. ഇവിടെ ഒരു മാള് തുടങ്ങിയിട്ടുണ്ട്. ചോയ്സ് മാളിലോട്ട് അങ്ങ് അടിച്ച് കേറുവാണ് ഗൈസ്. ഗൈസ്, നമ്മൾ ഓരോ ഏതാ പൊന്നു എല്ലാം ജാമാണ് ഗൈസ്, ഒടുക്കത്തെ ജാം ഗൈസ്. നമ്മള് സെർച്ച് ചെയ്തിട്ട് ഇപ്പൊ ഇതുവരെ ഒന്നും വന്നില്ല ഗൈസ്. നമ്മൾ ചെക്ക് ചെയ്തതൊന്നും ഇല്ലയോ പൊന്നു? ഇവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാം ഓരോന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എന്തായാലും സെർവർ എററാണ് ഗൈസ്. എല്ലാരും കൂടെ കേറി സെർവർ എററാക്കാതെ അപ്പൊ ഗൈസ്, നമുക്ക് എക്സാമിനേഷൻ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് പോർട്ടലാണ് എന്തിനു പറയുന്നത്? പോർട്ടൽ. ഓക്കെ, സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2026. ഓക്കെ, രജിസ്റ്റർ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. ഓക്കെ, കിട്ടൂല്ലേ നോക്കാം. നോക്കാവേ. ഞങ്ങൾ കൊറേ നോക്കി ഗൈസ്, എല്ലാം സൈറ്റ് ഭയങ്കര ബഗ്ഗായിരുന്നു. അപ്പൊ അടിക്കാം. എന്താണ് എവിടെ ഗൈസ്? പൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. അപ്പൊ നമുക്ക് എല്ലാരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, കേരളം ആകാംക്ഷയോടിരിക്കുന്ന റിസൾട്ടാണ് ഗൈസ് ഈ വരുന്നത്. ചെക്ക് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ട്. ലോഡ് ആവുക. പൂജാബി എത്തിച്ചേർന്ന് അമ്മേ. നോക്ക് ഗ്രൂപ്പ് മദേഴ്സ് എല്ലാം കത്തണം ഗൈസ്. അപ്പൊ എന്റെ റിസൾട്ട് വന്നു ഗൈസ്. ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നതാണ് ഗൈസ്. എന്തായാലും പാസ്സായിട്ടുണ്ട്. അതെ, എനിക്ക് കോളുകളൊക്കെ വരുന്നുണ്ട്. അമ്മയെ വിളിക്കുന്നത്. ഓക്കെ, അമ്മ എടുത്ത് പറയാം. വീഡിയോ എടുക്കുമ്പോ തന്നെ അമ്മ വിളിക്കുന്നത്. ഹലോ, പാസ്സായി. എല്ലാ വിഷയവും പാസ്സായി. എവിടാ? അന്ന് ചോട്ടുപ്പ വരും വിളിക്കാൻ.
അങ്ങോട്ട് വരട്ടാന്നോ? വരണോ ഗൈസ്? എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് പാസ്സായിട്ടുണ്ട്. ഇത് എന്റെ പേര് തന്നെയാണ്. നിക്ക് അതും കൂടെ ഞാൻ കാണിക്കാം. പൂജ ബി 2000 എന്റെയാണ്. പാസ്സായിട്ടുണ്ട്. ഓക്കെ. അതെ അതെ. പിന്നെ A+ലൊന്നും അല്ല കാര്യം, മാർക്കിലാണ്. അതെ അതെ അതെ. എന്താ ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ, പാസ്സാവോ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഞാൻ പാസ്സായി. എനിക്ക് ഇനി ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. ഇനി അമ്മയൊക്കെ വന്നിട്ട് എന്താ അമ്മയെ വിളിച്ച് അമ്മയോട് പറഞ്ഞു ഇനി അമ്മയൊക്കെ കേക്ക് മേടിക്കണം. നേരിട്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ നമ്മള് കാണിക്കാം. പിന്നെ ഒരു കേക്ക് മേടിക്കണം. പിന്നെ എന്ത് വേണ്ട ഇനി? നമുക്ക് മാളിൽ പോവാം. പിന്നെ നേരെ മാളിലോട്ട് പോവാണ്. നമ്മള് പുറത്ത് പോവാണ് ഗൈസ്. അതെ. അപ്പൊ ഗൈസ് നമ്മള് എന്റെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെന്റേജ് വന്നേക്കുന്നത്. അപ്പോൾ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് കമന്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയാത്തേന്ന്. അപ്പോൾ ഞാൻ ജയിച്ചു. ഇനി എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാൻ. അപ്പം ടോട്ടൽ എൻ്റെ പെർസെൻറ്റേജ് 90.67%. ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് പൊന്നിന് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പോവാണ് ഗൈസ്. പൊന്നു +2 പാസ്സായി. അപ്പൊ നമുക്ക് മാളിലോട്ട് പോകാം. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ കുറച്ച് ലഡുവും പിന്നെ കുറച്ച് പായസമൊക്കെ വെക്കാനുള്ള സാധനം വാങ്ങണം. അപ്പോൾ അതെല്ലാം കൂടെ പർച്ചേസിങ്ങിനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാണാം ബാക്കി. ഗൈസ് അപ്പോൾ നമ്മൾ മാളിലെത്തി. അങ്ങനെ ഞാൻ ഈ ഒരു ഷർട്ടാണ് ചൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ബ്ലാക്ക് ജീൻസും രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ ബില്ലടിച്ച് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ലഡുവും സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി. ഗൈസ് അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വന്ന് രണ്ടൊക്കെ ലഡുവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ലഡുവൊക്കെ കൊടുക്കാം. ഓക്കെ. പായസം കുടിച്ച് നമ്മൾ ഈ വ്ലോഗ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം സന്തോഷം. അതെ, മഴയായിരുന്നു പോയപ്പോ. പോകുന്ന വഴിക്ക് മഴയൊക്കെ നനഞ്ഞു. അപ്പൊ എന്തായാലും കാര്യം നടന്നു, പോയ കാര്യം നടന്നു. ഇപ്പൊ നമുക്ക് പിള്ളേർക്കെല്ലാം മധുരം കൊടുക്കാം. ഇനി മധുരമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം ഉണ്ടാക്കണം. അപ്പൊ ഇത് കൊടുത്തിട്ട് വന്നിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. അപ്പം മധുരം കൊടുത്ത് പായസവും കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പായസമൊക്കെ വെച്ച് വേണ്ടി കുടി നല്ല ചൂടുണ്ട്. അയ്യോ നല്ല മധുരമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ചോട്ടൂന് നല്ല ചൂടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളില്ലേ നമ്മുടെ ഇന്നത്തെ എക്സാം നമ്മൾ പാസ്സായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ആരും വന്ന് പാസ്സായ എന്ന് ചോദിക്കണ്ട. അല്ല മാർക്കുണ്ട് എന്നൊന്നും ചോദിക്കരുത്. പാസ്സായിട്ടുണ്ട്. ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റും. അപ്പൊ അടുത്തിനി ഞാൻ എന്തിനാ പോകുന്നത് എന്തുവാന്നൊക്കെ വരുന്ന വീഡിയോസ് പറയുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ.